ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ ശാരദാമ്മയുടെ ഫുഡിന്റെ ടേസ്റ്റ് ചെയ്യാനായിട്ട് രേഖ മേഡം വരുമ്പോ ശാലിനിയെ കാണും. ശാലിനി വിഷ്ണു എന്നിങ്ങനെ പറയുമ്പോ തന്നെ ശാരദാമ്മ പറയും, അതെ, ഹലോ മാഡം എന്ന് പറഞ്ഞ് രേഖ മേഡം വേഗം ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുക്കുന്നുണ്ട്. ശാലിനി കളക്ടർ എന്നുള്ള കാര്യം മേഡത്തിന് അറിയാം. പിന്നെ ശാരദാമ്മ ഉണ്ടാക്കിയ ഭക്ഷണവും ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ല അഭിപ്രായം ഉള്ള രീതിയിൽ തന്നെയാണ് അതിന്റെ ആ രുചിയില് ശാരദാമ്മയെ നോക്കുന്നത്. അങ്ങനെ മാർക്ക് ശ്രേയയോട് പറഞ്ഞതിന് ശേഷം അവരെ സ്റ്റേജിലേക്ക് പോകും. അങ്ങനെ ശ്രേയ അവിടുന്ന് ആദ്യം മത്സരം അവസാനിച്ചെന്നും ഇനി ഓരോരുത്തരുടെ മാർക്ക് പറയാം. ആദ്യം മല്ലിക 3.5, അതായത് 5 മാർക്കിന് താഴെ. അവരുടെ മുഖത്തുള്ള സന്തോഷവും നിരാശയിലേക്ക് പോയിരിക്കാണ്. പിന്നെ അടുത്തത് സുസ്മിത 5 പോയിന്റ്സ്. ഇത് കേൾക്കുമ്പോ എല്ലാവരും ക്ലാപ്പ് ചെയ്യും. 5 മാർക്ക് എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ജഗദീപ് ഇത് കേട്ട് ഞെട്ടി പോകുന്നുണ്ട്. 5 മാർക്കോ ഇവൾക്കോ? അതിനിവിടെയുള്ള പൊട്ടന്മാരൊക്കെ ഇതിനെ കൈയടിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കണേ. ശേഷം അടുത്ത ആളുടെ സത്യഭാമ 6 പോയിന്റ്. ഇത് കേൾക്കുമ്പോ ഭാമയ്ക്ക് നല്ല സന്തോഷാവുന്നുണ്ട്. അപ്പൊ ഭാമ ശാരദാമ്മയെ നോക്കുമ്പോ ശാരദാമ്മയ്ക്ക് ഇങ്ങനെ സന്തോഷത്തിൽ ചിരിക്കുകയാണ്. ഇത് കാണുന്ന ഭാമയ്ക്ക് ഒരു ഞെട്ടലുണ്ട്. പിന്നീട് പറയുന്നത് ശാരദാമ്മയുടെ മാർക്കാണ്. കുടുംബശ്രീ ശാരദ 8 പോയിന്റ്സ്. ഇത് കേൾക്കുമ്പോ അവിടെയുള്ള എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവും. കമലനും അതുപോലെ അനൂപൊക്കെ നന്നായി കൈയടിക്കുന്നുണ്ട്. ശാലിനിയുടെ മുഖത്തും നല്ല സന്തോഷമുണ്ട്. ഭാമയ്ക്ക് അത്ര സന്തോഷമൊന്നുമില്ല. ശ്യാമയും സന്തോഷത്തിൽ ഇങ്ങനെ കൈയടിക്കുമ്പോ സുസ്മിതയ്ക്ക് സഹിക്കുന്നില്ല. ഡി കൊച്ചിന്റെ കയ്യിലാണെന്നുള്ള കാര്യം മറക്കണ്ട. അങ്ങനെ ശ്രേയ പറയും, ആദ്യ റൗണ്ടിൽ വിജയായിരിക്കുന്നത് സത്യഭാമയും കുടുംബശ്രീ ശാരദയുമാണ്. ഇത് കേൾക്കുമ്പോ സുസ്മിതയും രോഹിത്തും ബോസ് ഒന്ന് ഞെട്ടിപ്പോവും. സുസ്മിത പറയും, അതെ, ഇവർക്കൊപ്പം നിൽക്കാൻ എനിക്ക് അവകാശമുണ്ട്. എനിക്ക് 5 പോയിന്റ് ഇല്ലേ? ശ്രേയ പറയും, 2ാം റൗണ്ടിലേക്ക് പോണെങ്കിൽ 5 മാർക്കിൽ കൂടുതൽ വേണം. അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതും. സുസ്മിതയ്ക്കും, അപ്പൊ എനിക്ക് 2ാം റൗണ്ടിലേക്ക് കടക്കാൻ പറ്റില്ലേ? ഇപ്പോഴത്തെ പോയിന്റ് നില വെച്ച് സാധ്യമല്ല. ഇത് കേൾക്കുന്ന ബോസ് എഴുന്നേറ്റിട്ട് പറയും, 5 പോയിന്റ് എന്നല്ല ആദ്യം പറഞ്ഞത്, അത് ഞാൻ വ്യക്തമായിട്ട് കേട്ടതാ. അങ്ങനെ നോക്കുമ്പോ സുസ്മിത 2ാം റൗണ്ടിലേക്ക് കടക്കേണ്ടതല്ലേ? രോഹിത് എഴുന്നേറ്റിട്ട് പറയും, ഇല്ലെങ്കിൽ നിങ്ങൾ 5 മാർക്കൊന്നും പറയരുതായിരുന്നു, ഇത് ചതിയാണ്. അപ്പൊ സാബു സാർ എഴുന്നേറ്റ് വന്നിട്ട് പറയും, മത്സരം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാം വ്യക്തമായി പറഞ്ഞതാ. അന്തിമ തീരുമാനം എടുക്കാനുള്ള അവകാശം രേഖാ മേഡത്തിനാണ്. അത് ചോദ്യം ചെയ്യാൻ എനിക്കോ നിങ്ങൾക്കോ അവകാശമില്ല. മാഡം പറയൂ. അങ്ങനെ രേഖാ മേഡം തന്നെ അതങ്ങ് പറയും. അടുത്ത ഘട്ടത്തിലേക്ക് പോവാൻ യോഗ്യതയുള്ളത് സത്യഭാമ, ശാരദാമ്മ. ഇത് കേൾക്കുന്ന സുസ്മിത പിന്നൊന്നും പറയാൻ നിൽക്കാതെ ദേഷ്യത്തിലെ ചിറ്റപ്പ വന്നേ എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിളിച്ചോണ്ട് പോവാണ്. സുസ്മിത പുറത്തു വന്നിങ്ങനെ നിൽക്കുമ്പോ ബോസ് അടുത്തു വന്ന് അല്പസമയം ഇങ്ങനെ നോക്കി നിൽക്കും. സുസ്മിത ഒന്നും പറയാതെ നിൽക്കുമ്പോ ചോദിക്കും, അല്ല, നീ ഇവിടെ എന്നെ ഇങ്ങോട്ട് വിളിച്ചത് ഇങ്ങനെ മിണ്ടാതെ നിൽക്കാനാണോ? സുസ്മിതയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ നിൽക്കുന്ന എന്തിനാ? അവരുടെ ജയം കാണാനോ? എടി, നമ്മൾ പരാജയപ്പെട്ടില്ലേ, ഇനിയിപ്പോ സമ്മതിച്ചു കൊടുക്കാതെ നിവർത്തിയില്ലല്ലോ. അങ്ങനെ പരാജയം സമ്മതിച്ചിട്ട് അവരെ ജയിക്കാൻ വിടുന്നേ ചിറ്റപ്പന് തോന്നുന്നുണ്ടോ? ബോസയ്ക്കും പിന്നെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന? ചിറ്റപ്പന് ഒരുപക്ഷെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല, പക്ഷെ എനിക്ക് പറ്റും. അതിവിടെ ഞാൻ ചെയ്യും. എന്നെ തോൽപ്പിച്ചിട്ട് ആരും ഇവിടെ ആളാവണ്ട. എന്താടി, എന്താ മോളുടെ മനസ്സിൽ? പറ, പ്ലാൻ പറ. സുസ്മിത പറയും, ഈ റൗണ്ടിൽ ആരൊക്കെ ജയിക്കരുതെന്ന് കരുതിയോ അവരാ ഇപ്പൊ ഫൈനൽ റൗണ്ടിലേക്ക് ചെന്നിരിക്കുന്നത്. ഇവരിൽ ആര് ജയിച്ചാലും എന്റെ സങ്കടം ഇരട്ടിക്കുകയുള്ളൂ. ബോസ് പറയും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2-ൽ-1 ജയിച്ചില്ലേ പറ്റൂ. സുസ്മിത പറയും, അവര് 2ആളും ജയിക്കാൻ പാടില്ല. ബോസയ്ക്കും, എന്ത് വിഡിത്തരം നീ പറയുന്നത്? എടി, 2 മത്സരിക്കുമ്പോൾ 1 ജയിച്ചേ പറ്റൂ. സുസ്മിത പറയും, ഇതാ പറയുന്നത്, ചിറ്റപ്പൻ ഇങ്ങനെ 6 അടി പൊക്കത്തിൽ ആളായി നിൽക്കാനേ പറ്റൂ. ഒന്നും ചിന്തിക്കില്ല. മത്സരത്തിന്റെ അടിത്തട്ട് ഇളക്കി കൈ കൊടുക്കണം. ഒരാൾക്കും ജയിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു കുളങ്കലക്കൽ പരിപാടി. എന്റെ കൂടെ ഒരാളായിട്ട് നിന്ന് തരുമോ? ബോസിനൊന്നും മനസ്സിലായിട്ടില്ല. പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ ശാലിനിയെ ശാരദാമ്മയുടെ അടുത്ത് നിന്ന് ഒഴിവാക്കി തരണം. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അല്ല മോളെ, ചിറ്റപ്പനോട് കാര്യം പറ. എന്താ പ്ലാൻ? എന്തായാലും ചിറ്റപ്പൻ അറിയണ്ട. ചിറ്റപ്പന്റെ പ്ലാൻ പൊളിഞ്ഞല്ലോ. ഇതെന്റെ മാസ്റ്റർ പ്ലാനാ. ബോസ് പറയും, ശരി, എന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം എന്തായാലും ഞാൻ വളരെ വൃത്തിയായിട്ട് ചെയ്തുതരാം. ശാലിനി ഒഴിവാക്കണം. കളക്ടർ ശാലിനി ആവുമ്പോ വഴി കൊമ്പത്ത് തന്നെ കണ്ടെത്താം. ശേഷം അവിടെ മത്സരം തുടങ്ങിയിട്ടുണ്ട്. 2ാം റൗണ്ടിലെ കേരള ട്രഡീഷണൽ ഫുഡാണ് ഉണ്ടാക്കേണ്ടത്. ഇപ്പൊ ഇവിടെ സത്യഭാമയും കൂടുതൽ മാർക്ക് നേടിയ ശാരദാമ്മ 8 പോയിന്റ് ഉള്ള ശാരദാമ്മയും കൂടിയാണ് മത്സരം. തീ പാറുന്നൊരു മത്സരം നമുക്ക് നോക്കി നിൽക്കാം. കാണികളും ആ ഒരു ഹാങ് ഓവറിൽ തന്നെയാണ്. ഭാമ ഇങ്ങനെ ശാരദാമ്മയെ ദേഷ്യത്തിലാണ് നോക്കുന്നത്. പാചകകലയുടെ റാണിയാവാൻ പോകുന്നത് ആരാകും നമുക്ക് കാണാം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ. അങ്ങനെ ശ്രേയ 2ആളോടും വന്ന് ചോദിക്കുക, ശാരദാമ്മയുടേക്കും ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത് 1ാം സ്ഥാനം കരസ്ഥമാക്കുന്നു കരുതിയിട്ടാണോ അതോ വിധി എങ്ങനെയാണോ? അതാണോ നിലപാട്? അപ്പൊ ശാരദാമ്മ പറയും, അവനവൻ ചെയ്യുന്ന ജോലിയുടെ ആത്മാർത്ഥതയും അതിലുപരി വിശ്വാസവും ഉണ്ടെങ്കിൽ വിധിയുടെ പുറകെ പോകേണ്ട കാര്യമില്ലല്ലോ. ഭാമയെ നോക്കും. എന്നിട്ട് പറയും, വിജയം ഉറപ്പിച്ചുകൊണ്ട് തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. ഭാമയ്ക്ക് ഇത് സഹിക്കുന്നില്ല. ശാലിനി ഇങ്ങനെ അപ്പൊ ശാരദാമ്മേനെയും അതുപോലെ ഭാമേനെയും നോക്കുന്നുണ്ട്. അങ്ങനെ ശ്രേയ ഓക്കെ എന്ന് പറഞ്ഞ് ഭാമയുടെ അടുത്തേക്ക് ചെല്ലും. അവസാന മത്സരമാണ്. ജയപരാജയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ശാരദാമ്മയെ നോക്കിക്കൊണ്ട് ഭാമ പറയും, ഈ ഒരു മത്സരം വിജയിക്കല്ലാതെ മറ്റൊരു മാർഗം ഞങ്ങൾക്ക് മുന്നിലില്ല. അതുകൊണ്ട് വിധിയെ തള്ളിക്കളയാനൊന്നും ഞങ്ങൾ ഒരുക്കമല്ല. വിധിയാ ഞങ്ങളെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്കിത് ജയിച്ചേ പറ്റൂ. അങ്ങനെ ശ്രേയ താങ്ക് യു എന്ന് പറഞ്ഞ് സ്റ്റേജിലേക്ക് അവിടുന്ന് പോവാണ്. വീണ്ടും മത്സരത്തെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്
എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പറയാ, എന്നിട്ട് വിസിലടയ്ക്കും. 30 മിനിറ്റ് സമയമാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അടുത്ത വിസിലും കൂടി അടിക്കുമ്പോഴേക്കും ശാലിനിയും അതുപോലെ ശാന്തേച്ചിയും സാധനങ്ങൾ എടുക്കാനായിട്ട് പോവും. ശാരദാമ്മയും സത്യഭാമയും കുക്കിങ്ങിനായി ഗ്യാസൊക്കെ കത്തിച്ചു തുടങ്ങണേ. അങ്ങനെ ഒരു കൂട്ടര് ഇഡ്ഡലിയും മറ്റു ആൾക്കാരെ മരച്ചീനിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ അവരുടെ കുക്കിംഗ് ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോ ബോസും സുസ്മിതയും വന്നിങ്ങനെ നോക്കും, എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ശേഷം ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലാണ് സുസ്മിത. ഡേ, അമ്മയുടെയും അമ്മായിമ്മയുടെയും സൗന്ദര്യം നോക്കിക്കണ്ടിരിക്കാനല്ല നിന്നെ ഇവിടെ കൊണ്ടുവന്നത്, അവർക്കെതിരെ പാര പണിയാനാ. ശ്യാമ പറയും, ഞാൻ എന്ത് ചെയ്താലും നീ ജയിക്കാൻ പോകുന്നില്ല. സുസ്മിത പറയും, ഞാൻ ജയിച്ചില്ലെങ്കിൽ നഷ്ടം നിനക്കാ, അതറിയാലോ. പപ്പിമോള് അമ്മേന്ന് വിളിച്ച് നിന്റെ അടുത്തേക്ക് നീ ചെല്ലുമ്പോ വരണമെങ്കിലേ ഈ സുസ്മിത കനിയണം. എന്റെ ഭിക്ഷ അത് മാനായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിലേ നീ ഇവിടെ ശരിക്ക് പണിയെടുക്കണം മോളെ, എടുത്തില്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ എടുപ്പിക്കും. അപ്പൊ ശ്യാമ പറയും, ഇങ്ങനെ കുട്ടികളെയൊക്കെ ദ്രോഹിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു? ശ്യാമ ഇങ്ങനെ പറയുമ്പോഴൊക്കെ രോഹിത്തും സുസ്മിതയുടെ ഭാഗത്ത് നിന്ന് ദേഷ്യത്തോടു കൂടി ശ്യാമയെ നോക്കുകയാണ്. നീ ഒരു സ്ത്രീയല്ലേ, ഒരു അമ്മയുടെ വേദന കുറച്ചെങ്കിലും നിനക്ക് മനസ്സിലാവില്ലേ? സുസ്മിത പറയും, എന്റെ ജീവിതത്തിൽ എനിക്ക് വേദനകളില്ല, അതുകൊണ്ട് മറ്റുള്ളവരുടെ വേദന എനിക്കറിയില്ല. കൊച്ചിന്റെ ജീവൻ വല്ലവരുടെയും കയ്യിൽ കൊടുത്തിട്ട് നിന്ന് പഴംപുരാണം പറയാൻ നിൽക്കാതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ശ്യാമയ്ക്ക് അതൊന്നും കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല. എന്റെ കയ്യിലെ 2 ബോട്ടിൽസ് ഉണ്ട്, ഒന്നിലും മുളക് പൊടിയാണ്. ഇന്ന് അവിടെയുള്ളവര് കാണാത്ത രീതിയിൽ സുസ്മിത കാണിച്ചു കൊടുക്കുക. ശ്യാമ ഇങ്ങനെ നോക്കുമ്പോ, ഡീ കയ്യിലേക്ക് നോക്കല്ലേ, എന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടേ നീ അത് രണ്ടും എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. ശ്യാമയ്ക്കും ഇത് വെച്ച് എന്ത് മഹാപാപം ഞാൻ ചെയ്യേണ്ടത്? സുസ്മിത കിടന്ന് പിടയ്ക്കാതെ കാര്യങ്ങൾ ഞാൻ പറയട്ടെ. സത്യഭാമ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറികളിൽ നീ ഉപ്പിടണം, മുളക് പൊടി ശാരദാമ്മയുടെ കറിയിലും. അതോടെ 2 പേരും ഔട്ട്. ഇത് കേൾക്കുമ്പോ ശ്യാമ ഞെട്ടും, എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അയ്യോ, അപ്പൊ നിനക്ക് നിന്റെ കുഞ്ഞിനെ വേണ്ടേ? ശ്യാമ ആകെ സങ്കടത്തിലാവും. പപ്പിമോളുണ്ടാവും ആ റൂമിൽ ഇങ്ങനെ ഇരുന്ന് കരയുന്നേ. രോഹിത് പറയും, ശ്യാമേ നീ കാര്യങ്ങൾ മനസ്സിലാക്ക്, നിന്റെ കുഞ്ഞിന്റെ ജീവൻ വരെ അപകടത്തിലാണ്. പാപ്പിയോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അത് കാണിക്കേണ്ട സമയം ഇത് തന്നെയാ. സുസ്മിത പറയും, അയ്യോ പാവം പപ്പിമോള്, ജലപാനം പോലും ഇല്ലാത്തൊരു മുറിയിൽ ഒറ്റയ്ക്ക്. അയ്യോ, ശ്യാമയ്ക്ക് ഇത് കേൾക്കുമ്പോ ആകെ ടെൻഷനാവും. എന്താ അമ്മയെ വരാത്തെ, എന്നെ അമ്മയ്ക്ക് വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പപ്പി പറയുന്ന പോലെ ശ്യാമയ്ക്ക് തോന്നുക. ഡേ വാങ്ങിക്കേ എന്നിങ്ങനെ സുസ്മിത പറയുമ്പോ ശ്യാമ സങ്കടത്തോടു കൂടി നിവർത്തിയില്ലാത്തത് വാങ്ങിക്കുക. അങ്ങനെ വഴിക്കുവാ, ഇനി കാര്യങ്ങളെല്ലാം നിന്റെ കയ്യില. ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് നീയാണ്. പറഞ്ഞതുപോലെ ചെയ്താ നിന്റെ കൂടെ നിന്റെ കൊച്ചുണ്ടാകും, ഇല്ലെങ്കിൽ എന്നേക്കുമായിട്ട് അങ്ങ് മറന്നേക്ക്. അതും പറഞ്ഞ് സുസ്മിതയും രോഹിത്തും അവിടുന്ന് പോവും. ശ്യാമ ടെൻഷനോട് കൂടി അവിടെ നിൽക്കുക. അങ്ങനെ ഈ സമയത്ത് ജോൺ എബ്രഹാമിനെ കൊണ്ട് ശാലിനിയുടെ ഫോണിലേക്ക് വിളിപ്പിക്കുകയാണ് ബോസ്. അങ്ങനെ ജോൺ വിളിക്കുമ്പോ ആ ഫോൺ ഇപ്പോ അനുയുടെ കയ്യിലാ. അനു അത് എടുക്കാനായിട്ട് പുറത്തേക്ക് പോവാണേ. ശാരദാമ്മയും ബാമയും നല്ല തിരക്കോട് കൂടി പണിയെടുക്കുക. അങ്ങനെ ജോൺ അനുവിനെ വിളിച്ചിട്ട് വയ്ക്കും, ശാലിനി മാഡം എവിടെ? വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. മാഡം എവിടെ ഉണ്ട്? ഒരു പരിപാടിയിലാണേ. എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു എമർജൻസി ഉണ്ടായിരുന്നു. ബൈപ്പാസിലെ കുറെ ദൂരം റോഡ് ഇടിഞ്ഞ് മന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് വീണെന്നും നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചെന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ മിനിസ്റ്റർ തീർച്ചയായും കളക്ടറെ അന്വേഷിക്കും. എത്രയും പെട്ടെന്ന് മേഡത്തോടെ ബൈപ്പാസിലെ സംഭവ സ്ഥലത്തേക്ക് എത്താൻ പറയൂ. അനുക്കും അല്ല ആർക്കെങ്കിലും സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടോ? അതെനിക്കറിയില്ല. സംഭവ സ്ഥലത്ത് എത്താതെ പറയാൻ പറ്റില്ല. ഞാൻ എന്തായാലും അവിടെ ചെന്നിട്ട് വിളിക്കാം. മേഡത്തോട് എത്രയും പെട്ടെന്ന് എത്താൻ പറയോ? ശരി സാർ എന്ന് പറഞ്ഞു അനു കോള് കെട്ടയും. അനു ഇതൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്. അങ്ങനെ അനു നേരെ ശാലിനിയോട് വന്ന് കാര്യങ്ങൾ പറയണേ. മേഡത്തിന്റെ ശത്രുക്കളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ശാലിനി പറയും, എന്റെ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താതെ ഞാൻ ഇവിടെ നിന്നിട്ടുള്ളത്. അതെനിക്കറിയാം മാഡം. ഇതിപ്പോ പ്രശ്നമായി കഴിഞ്ഞാലേ ഈ ഒരു സംഭവം കൂടെ അതിലേക്ക് വലിച്ചിഴയ്ക്കും. മാഡം എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നതാ നല്ലത്. ശാലിനി പറയും, ശരിയാണ് പറഞ്ഞത്, എത്രയും പെട്ടെന്ന് സംഭവ സ്ഥലത്ത് എത്തണം. അങ്ങനെ ശാലിനി ശ്യാമയോട് പറയും, ശ്യാമേ എനിക്ക് അത്യാവശ്യമായിട്ട് പോണം, അമ്മയുടെ സഹായത്തിന് നീ അമ്മയുടെ കൂടെ വന്ന് നിൽക്ക്. അല്ല കുഞ്ഞിച്ചി, ഞാൻ നിന്നാ നീ മതി ശ്യാമയെ, ഞാൻ അമ്മയോട് പറഞ്ഞോളാം. അമ്മേ ഞാൻ. അപ്പൊ ശാരദ പറയും, ഞാൻ എല്ലാം കേട്ടു മോളെ, നീ പൊക്കോ, കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ഞാൻ ചെയ്തോളാം. അങ്ങനെ ശാലിനി അവിടുന്ന് പോവാണ്. അപ്പൊ തന്നെ സുസ്മിതയ്ക്കും ബോസിനും പകുതിയിൽ കൂടുതൽ ആശ്വാസമായി. ഭാമയും ശാലിനി പോകുന്നതിന് നോക്കുന്നുണ്ട്. അങ്ങനെ ശ്യാമ ആകെ അന്തം വിട്ട് ഇനി എന്ത് ചെയ്യുന്നറിയാതെ സങ്കടത്തോടെ നിൽക്കുമ്പോ രോഹിതിനങ്ങ് ദേഷ്യം വരും. ഛേ എന്ന് പറഞ്ഞ അടുത്തേക്ക് ചെല്ലുമ്പോ രോഹിത് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ശ്യാമ പറയും, രോഹിത്തെ ഇതെന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ആ പൗഡറിന്റെ ആ ചെറിയ പാക്കറ്റുകളെ രോഹിത്തിന്റെ കയ്യിലേക്ക് കൊടുത്ത് ശ്യാമ അങ്ങ് പോകാൻ തുടങ്ങുമ്പോ രോഹിത് പറയും, പപ്പി അവിടെ വെള്ളം പോലും കുടിക്കാതെ കിടക്കുക. ശ്യാമ പറയും, അതെ എന്റെ മോളെ ഈശ്വരൻ രക്ഷിക്കും, എന്നാലും ഇത്രയും വലിയൊരു ചതിക്ക് കൂട്ടി നിൽക്കാൻ എനിക്കാവില്ല. അപ്പൊ രോഹിത് അങ്ങനെ ഇട്ടും, ഇപ്പോഴല്ലേ എനിക്കൊരു കാര്യം മനസ്സിലായത്, നിനക്ക് നോവില്ലല്ലോ, നീ അല്ലല്ലോ പ്രസവിച്ചത്. അതിൽ ശ്യാമയ്ക്ക് ആകെ വിഷമാവും. രോഹിത് പറയും, ചെല്ലടി അങ്ങോട്ട് എന്ന് പറഞ്ഞ ആ പൗഡറുടെ ടിന്നെ ശ്യാമയുടെ കയ്യിലേക്ക് തന്നെ വെച്ചു കൊടുക്കുക. അങ്ങനെ ശ്യാമ സങ്കടത്തോടു കൂടി പതിയെ ശാരദാമ്മയുടെ അടുത്തേക്ക് അതും കൊണ്ട് പോവാണേ. അവിടെ സത്യഭാമയും ശാരദാമ്മയും കടുത്ത മത്സരത്തിലാണ്. ഈ സമയം രേഖ മേഡം ഭാമേനെയും അതുപോലെ ശാരദാമ്മേനെയും കൂടെ ശ്യാമേനെയും നോക്കുന്നുണ്ട്. പോരാത്തതിന് സമയവും ഇടയ്ക്ക് ശ്രദ്ധിക്കുക. അങ്ങനെയാണ് ഈ ഭാഗം കഴിയുന്നത്. ശ്യാമ സുസ്മിതയുടെ ഒപ്പം കൂടെ നിന്ന് നിവർത്തികേടുകൊണ്ട് ചതിക്കോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അടുത്ത ഭാഗത്തെ അറിയാൻ പറ്റൂ. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്